നമസ്കാരം, ലെറ്റ്സി ഫാക്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 വേൾഡ് ലാർജസ്റ്റ് പാസഞ്ചർ ഫ്ലൈറ്റ്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5 പാസഞ്ചർ ഫ്ലൈറ്റുകളെ കുറിച്ചാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാമെന്നുള്ളത് എല്ലാ മനുഷ്യന്മാരുടെയും കൗതുകകരമായ ഒരു ആഗ്രഹമാണ്. റൈറ്റ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒർവില്ലെ ആൻഡ് വിൽബർ എന്ന സഹോദരന്മാരാണ് ലോകത്തിലാദ്യമായി വിമാനം കണ്ടുപിടിച്ചതും അതിനെ ഫ്ലൈ ചെയ്തതും. 1903 ഡിസംബർ 17 അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ വിമാനം പറന്നുയർന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായി വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്പർ 5, എയർബസ് A340-600. എയർബസ് A340-600 എന്ന ഈ എയർക്രാഫ്റ്റ് ഇറങ്ങിയത് 2002 എയർബസ് A340 ഫാമിലിയിൽ വെച്ച് ഏറ്റവും കപ്പാസിറ്റി കൂടിയ എയർക്രാഫ്റ്റാണ് എയർബസ് A340-600. ഇതൊരു വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആയതിനാൽ ഏകദേശം 350ഓളം പാസഞ്ചേഴ്സിന് ഒരേ സമയം ഇതിൽ യാത്ര ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന എഞ്ചിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4. നമുക്ക് ഈ എയർക്രാഫ്റ്റിൻ്റെ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ കപ്പാസിറ്റിയും ഫിനിഷിങ്ങും എത്രയാണെന്ന്. ഈ എയർബസ് A340-600ൻ്റെ മാർക്കറ്റ് വാല്യൂ 27.54 മില്യൺ. നമ്പർ 4, ബോയിങ് A777-300. ഇതൊരു പാസഞ്ചർ ഫ്ലൈറ്റാണ്. ഇതിൻ്റെ നിർമ്മാണം US-ലാണ്. ബോയിങ് A777-300ൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഏകദേശം 550 യാത്രക്കാർക്കും സെക്കൻഡ് ക്ലാസ്സിൽ 450 യാത്രക്കാർക്കും ഒരേ സമയം ഇതിൽ യാത്ര ചെയ്യാവുന്നതാണ്. ഏകദേശം 11,135 കിലോമീറ്റർ ട്രാവൽ ചെയ്യാവുന്ന ഈ എയർക്രാഫ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് $320.2 മില്യൺ. നമ്പർ 3, ബോയിങ് 747-400. ഈ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1,83,500 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 988 km/h എന്നതാണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ ലെങ്ത് 71 മീറ്ററാണ്. സീറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് കടക്കുമ്പോൾ 3 ക്ലാസ് സെറ്റപ്പിൽ 416 യാത്രക്കാരെയും 2 ക്ലാസ് സെറ്റപ്പിലേക്ക് വരുമ്പോൾ 524 യാത്രക്കാരെയും പിന്നെ ഓൾ എക്കണോമിയിലേക്ക് വരുമ്പോൾ 666 യാത്രക്കാർക്കും ഒരേ സമയം യാത്ര ചെയ്യാവുന്നതാണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ $266.5 മില്യൺ. നമ്പർ 2, ബോയിങ് 747-8. ഈ എയർക്രാഫ്റ്റ് US നിർമ്മിത ഫ്ലൈറ്റാണ്. ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 700 യാത്രക്കാർക്കാണ് സിംഗിൾ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഡബിൾ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ 600 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ട്രാവൽ റേഞ്ച് എന്ന് പറയുന്നത് 8000 നോട്ടിക്കൽ മൈൽസ് അതായത് 14,816 കിലോമീറ്ററാണ്. നമ്പർ 1, എയർബസ് A380-800. ഇതൊരു പാസഞ്ചർ ഫ്ലൈറ്റാണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണം ഫ്രാൻസിലാണ്. കപ്പാസിറ്റിയിലേക്ക് കടക്കുമ്പോൾ സിംഗിൾ ക്ലാസ്സിൽ 853 പേരും സെക്കൻഡ് ക്ലാസ്സിൽ 644 യാത്രക്കാർക്കും ഒരേ സമയം ഇതിൽ യാത്ര ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ട്രാവൽ റേഞ്ച് ഏകദേശം 8,208 നോട്ടിക്കൽ മൈൽസ് അതായത് 15,200 കിലോമീറ്ററാണ്. ഈ എയർക്രാഫ്റ്റ് ആദ്യം ഫ്ലൈ ചെയ്തത് 27 ഏപ്രിൽ 2005 ഈ ഫ്ലൈറ്റ് സെപ്റ്റംബർ 30, 2020 വരെ സർവീസ് നടത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെ തുടർന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യനായി ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ്.